എറണാകുളം കുട്ടമ്പുഴയിൽ കാട്ടാൻ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. സ്ഥലത്തെ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം തേടി നാട്ടുകാർ മൃതദേഹവുമായി പ്രതിഷേധം നടത്തി. കാട്ടാന ചവിട്ടിക്കൊന്ന ക്നാച്ചേരി സ്വദേശി എൽദോസിന്റെ മൃതദേഹം അപകടസ്ഥലത്ത് നിന്ന് മാറ്റാൻ അധികൃതരെ അനുവദിച്ചില്ല. എംഎൽഎമാരായ ആന്റണി ജോൺ, മാത്യു കുഴൽനാടൻ, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്ന് പ്രതിഷേധക്കാരുമായി നടത്തിയ ആദ്യഘട്ട ചർച്ച ഫലം കണ്ടില്ല. പ്രശ്നപരിഹാരത്തിന് വിവിധ നിർദ്ദേശങ്ങൾ കളക്ടർ മുന്നോട്ട് വെച്ചതിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. ശേഷം മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഫസ്റ്റ് ഉള്ളത് ഇവർക്ക് കൊടുക്കേണ്ടിയ ഈ അടിയന്തര ധനസഹായമായ പൈസ, അതിന് ചെക്ക് എന്റെ കയ്യിൽ അത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോ കുടുംബത്തിന് പെൺകൾ അവിടെ ഉണ്ട്, എന്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അത് കൈമാറാം. അത് ഫസ്റ്റ് കാര്യം. അപ്പൊ ഇപ്പൊ തന്നെ DFO ചെക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് കൈമാറാം. ഒന്ന്. രണ്ടാമത്തെ, ഇത് ഇവിടെ സംഭവിച്ചത് ഇവിടെ ട്രെഞ്ചിങ് കാര്യം, 8 കിലോമീറ്റർക്കുള്ള ട്രെഞ്ചിങ്. ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ട്രെഞ്ചിങ് DFOയോടും റേഞ്ച് ഓഫീസറോടും വിശദമായിട്ട് ചർച്ച ചെയ്തു. ട്രെഞ്ചിങ് ടെൻഡർ ആയിട്ടുണ്ട്. കോൺട്രാക്ടർ ഒരു ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ഇന്ന് 16, ഇപ്പോൾ നാളായി, ഇന്ന് വർക്ക് തുടങ്ങും. അത് നിങ്ങൾ കാണാം. അത് ആ ഉറപ്പ്, ഫസ്റ്റ് ഉറപ്പ് ഞങ്ങൾ ഇവിടെ തരുന്നു. ഇവിടെ വർക്ക് തുടങ്ങും. അതിന്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. ട്രെഞ്ചിങ് വർക്ക് ഇന്ന് മീൻസ് ഇപ്പോൾ രാത്രി 1:30 മണി ആയതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നു, ഇന്ന് തുടങ്ങും. അത് ഒന്ന്. പിന്നെ ഇവിടെ ഉള്ള സോളാർ ഫെൻസിന്റെ മെയിന്റനൻസ് വളരെ കുറേ സ്ഥലങ്ങളിൽ മെയിന്റനൻസ് ഇല്ലാതായിട്ടുണ്ട്. മിഷൻ സോളാർ ഫെൻസിന്റെ പേരിൽ മിനിസ്റ്ററുടെ പ്രത്യേക പദ്ധതി പ്രകാരം ഓൾറെഡി ഇവിടെ വർക്ക് അനുവദിച്ച് അതിന്റെ വർക്ക് 21-ാം തീയതി, അതും നിങ്ങൾ എഴുതാം, 21-ാം തീയതി അതിന്റെ വർക്ക് തുടങ്ങും. ആ ഒരു ഉറപ്പും ഞങ്ങൾ ഇവിടെ തരുന്നു. അതുപോലെ ഇവിടെ 2 കിലോമീറ്റേഴ്സുടെ ഹാങ്കിങ് സോളാർ ഫെൻസിങ്ങിന്റെ ടെൻഡർ വെച്ചു. അതാരും എടുത്തില്ല. അത് എന്താണ് അതിന്റെ സാങ്കേതിക തടസ്സങ്ങൾ MLA സംസാരിച്ച് നീക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് MLAയും. ആ വർക്ക് ടെൻഡർ ചെയ്ത് ഉടനെ തുടങ്ങാനുള്ള നടപടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ആ ഉറപ്പും തരുന്നു. പിന്നെയുള്ളത് ഇവിടെ ലൈറ്റ് കാര്യം, അത് പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചു. അത് വേറെ ഒന്നുമല്ല, മെയിന്റനൻസ് ടെൻഡർ ചെയ്യാനുള്ളത് സെക്രട്ടറി മാറി അഡീഷണൽ സെക്രട്ടറിക്ക് ചാർജ് വന്നപ്പോൾ ലോഗിനിലുള്ള ഒരു സാങ്കേതിക തടസ്സമാണ്. 5 ദിവസത്തിനുള്ളിൽ, അതും നമ്മൾ എഴുതി വെക്കാം, 5 ദിവസത്തിനുള്ളിൽ ഈ ലൈറ്റ് ഫുള്ള് മെയിന്റനൻസ് വർക്ക് തീരും. പിന്നെ ഫുൾ ലൈറ്റ് ഇടാനുള്ളതും ഉടനെ തന്നെ പഞ്ചായത്ത് പ്രോജക്ട് വെച്ച് അത് തീർക്കും. പിന്നെ RRT, ഇവിടെ RRTകൾക്ക് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സ്പെഷ്യൽ ടീംസ്, ഇവിടെ ഉള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള സ്പെഷ്യൽ ടീംസിന്റെ വണ്ടി കാര്യത്തില് MLA ഓൾറെഡി ഫണ്ട് വെച്ച് വണ്ടി കൊടുക്കാൻ പോകുന്നു ഇവിടെ. പക്ഷേ അത് പർച്ചേസും അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മീൻവൈൽ DFO റേഞ്ച് ഓഫീസർ വാടകയ്ക്ക് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കും. വാടകയ്ക്ക് RRTക്കുള്ള വണ്ടിയാണ് മെയിൻ പ്രശ്നം. വണ്ടിക്കുള്ള വാടക കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ NREGS വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് നിങ്ങൾ പറയുന്ന ഒരു പരാതിയുണ്ട്. അത് ഫോളോ അപ്പ് ഞാനും ജനപ്രതിനിധികളും എല്ലാവരും ചെയ്യുന്ന ഒരു ഉറപ്പ് തരണം. എനിക്ക് പറയാനുള്ള വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, അവിടെ നമ്മുടെ പ്രിയപ്പെട്ട എൽദോ അവർ മരിച്ച് ഇത്ര മണിക്കൂറായി. നമുക്ക് സിസ്റ്റർ അവിടെ ഞങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി വെച്ചിട്ടാണോ നിങ്ങൾ ഈ ചർച്ചയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത്. ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കൈപിടിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി ഒന്ന് എടുക്കാനുള്ള അനുവാദം നിങ്ങൾ തരണമെന്ന് മാത്രം ഞാൻ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാനുള്ള എല്ലാ നടപടി ജില്ലാ കളക്ടറിൽ സ്വീകരിക്കും. ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഇന്ന് ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ റാലിയും നടക്കും. ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയിൻ, ഇന്നലെ നടന്ന വലിയ പ്രതിഷേധം, അതിനെ തുടർന്നാണ് കളക്ടറുടെ ഉറപ്പ്, അത് കൃത്യമായിട്ട് ഡേറ്റ് സഹിതം അദ്ദേഹം നൽകുകയാണ്. എന്തായാലും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിയേണ്ടി വന്നു. ഇങ്ങനെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ എന്ത് നടപടി ഇനി എടുക്കും എന്നുള്ളത് ജില്ലാ ഭരണകൂടത്തിന് നൽകാൻ. ജെയിൻ,
തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാതായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലയിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുമൊക്കെ ഇത്തരം സംഘർഷങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇന്നലെ 8 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എൽദോസിനെ കാട്ടാന ചവിട്ടിക്കൊന്ന് വലിച്ചു കീറിയിടുകയായിരുന്നു. അതിനുശേഷം ആ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലും പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞില്ല. ഏതാണ്ട് 8 മണിക്കൂറിന് ശേഷം മാത്രമാണ് മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. പ്രധാനമായും 4 ആവശ്യങ്ങളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വെച്ചത്. അതായത് ഈ വഴിവിളക്കുകൾ സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട എൽദോസിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, സഹോദരിക്ക് ജോലി കൊടുക്കുക, അതോടൊപ്പം തന്നെ ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ ട്രെഞ്ച് നിർമ്മാണവും ഉടൻ ആരംഭിക്കുക. ഇത്തരം ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. ആ കാര്യത്തിൽ എന്തായാലും ജില്ലാ കളക്ടർ നേരിട്ടെത്തി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ട്രെഞ്ചിൻ്റെ നിർമ്മാണം 8 കിലോമീറ്റർ നീളമുള്ള ട്രെഞ്ചിൻ്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കും എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന ഉറപ്പ്. അതോടൊപ്പം തന്നെ സോളാർ ഫെൻസിംഗ് ഉണ്ട്. സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് ആണ് ടെൻഡർ നടത്തിയിരിക്കുന്നത്. 21-ാം തീയതി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മെയിൻ്റനൻസും ആരംഭിക്കും എന്നൊരു ഉറപ്പും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വഴിവിളക്കുകൾ തെളിയിക്കുന്നത് സംബന്ധിച്ച് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് ഉടൻ പരിഹരിച്ച് ആ പ്രശ്നവും പരിഹരിക്കും എന്നുള്ളതാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപയുടെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്നലെ തന്നെ നൽകി. അതിനുശേഷം ഒരു ഡേറ്റ് ഇട്ട ചെക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. അതായത് ലീഗൽ ഹാർഡ്ഷിപ്പ് അടക്കം ഉള്ള രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ഈ പണം കൈമാറും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമം. എന്തായാലും അതുകൂടി പരിഗണിക്കാതെ തന്നെ ഇന്നലെ തന്നെ ഒരു ഡേറ്റ് ഇട്ട ചെക്ക് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മൂന്നാർ DFO ആണ് ഈ പണം കൈമാറേണ്ടത്. അതനുസരിച്ചുള്ള നടപടികൾ DFOയുടെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇനി നടക്കാനുള്ളത്. കടമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം കുട്ടമ്പുഴയിലെ ക്നാച്ചേരിയിലേക്ക് എത്തിക്കുക. അതിന് പുറമെ വലിയ പ്രതിഷേധത്തിനും ഈ ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും പ്രതിഷേധത്തിന് കൂടി ഇന്ന് കുട്ടമ്പുഴയും കോതമംഗലം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പ്രധാനമായും കുട്ടമ്പുഴയിലും കോതമംഗലത്തും ഇന്ന് ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ കോതമംഗലത്ത് ഒരു പ്രതിഷേധ യോഗം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ, ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. മൈബാൻ ജയൻ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ആന ഇറങ്ങി എന്നുള്ള വിവരം നാട്ടുകാരെ എന്തുകൊണ്ട് അറിയിച്ചില്ല, അങ്ങനെ ഒരു ജാഗ്രത എടുക്കാനുള്ള നിർദ്ദേശം എന്തുകൊണ്ട് നൽകിയില്ല? ഇത് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് തന്നെ ഈ ഒരു കിലോമീറ്ററിന് ഉള്ളിലാണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ. അപ്പോൾ വേണ്ടത്ര ജാഗ്രത കുറവ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള വിമർശനങ്ങൾ ഒരു വശത്തു നിന്ന് ഉയരുന്നില്ല ജയൻ? തീർച്ചയായിട്ടും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആ കാണുന്നതാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 50 മീറ്റർ മാത്രം അകലത്തിലാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. ഈ കാണുന്ന വഴിയാണ് എൽദോസ് വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ആർച്ച് ഇരിക്കുന്ന വഴിയിലൂടെ ഏതാണ്ട് 300 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഇറങ്ങിയെന്ന് അവിടെ ആനയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ദുരന്തം, ആ അപകടം ഒഴിവാക്കാമായിരുന്നു. അത്ര പോലും ആ കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് സംവിധാനങ്ങളൊക്കെ നമുക്ക് സമയമെടുത്ത് ഫണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ചെലവാക്കേണ്ടതാണ്. ഇവിടെ RRT സംവിധാനം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തൊട്ടടുത്ത് ആന എത്തിയിട്ട് ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വന്ന് ബസ് ഇറങ്ങി സ്ഥിരമായി പോകുന്ന ആളുകളുണ്ട്, അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ളൊരു സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ചില സ്ഥലങ്ങളൊക്കെ ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് കാട്ടാനകൾ എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ മൂന്നാറിൽ അതുമായി ബന്ധപ്പെട്ട് SMS മുഖേനയും അതോടൊപ്പം തന്നെ വാട്സപ്പ് വഴിയും സന്ദേശം കൈമാറുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പാണ്, അത് അവിടെ ആനയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം എന്നൊരു മുന്നറിയിപ്പായി കൂടി അത് പരിഗണിക്കാം അല്ലെങ്കിൽ കണക്കാക്കാം. അത്തരം ഒരു ക്രമീകരണങ്ങൾ പോലും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നിരന്തരം ഈ പ്രശ്നം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. ഇതിന് സമീപത്താണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ദിര എന്ന വീട്ടമ്മയെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ചെമ്പൻകുഴിയിൽ ഒരു 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് മുകളിലേക്ക് കാട്ടാന പന മറിച്ചിടുകയും അതിൽ ആ കുട്ടിയുടെ
അന്മരിയ എന്ന് പറയുന്ന കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. അങ്ങനെ ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് ഈ വന്യജീവികൾ എത്തുമ്പോൾ സ്വാഭാവികമായി ഒരു മുന്നറിയിപ്പ് നൽകാൻ പോലുള്ള സംവിധാനം ഇത്രയും നാളായി നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പ്രശ്നം കുറേ നാളുകളായി ചർച്ച ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2 വർഷത്തിലധികമായി മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കോതമംഗലവും അതോടൊപ്പം തന്നെ കുട്ടമ്പുഴയും മൂന്നാറും ചിന്നക്കനാലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളുള്ള മേഖലയാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഗൗരവത്തോടെയുള്ള ഇടപെടൽ എത്രത്തോളം ഫലപ്രദമായി ഇവിടെ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് ട്രെഞ്ച് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ സോളാർ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എത്രത്തോളം ഫലപ്രദമായി ഇത് നടപ്പിലാക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ജയന്, ഇതിപ്പോ ഒരു മരണം കൂടി വേണ്ടി വന്നു ഇങ്ങനെയുള്ള ഉറപ്പുകൾ നൽകാൻ. പക്ഷേ ഇതിനു മുമ്പ് എത്രയോ മരണങ്ങൾ ഇതുപോലെ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ ഒരുപാടുണ്ട്. പക്ഷേ അപ്പോഴും ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികൾ നടപടികൾ നടത്തും എന്നുള്ള ഉറപ്പ് നൽകും. പക്ഷേ ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് എൽദോസിന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് ജയൻ. തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം. ഇതിപ്പോൾ നമ്മൾ ഈ വർഷം ആരംഭിച്ചതിന് ശേഷം 10ാമത്തെയോ 11ാമത്തെയോ കാട്ടാന കൊണ്ടുള്ള മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഇടുക്കി എറണാകുളം ജില്ലകളിലായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. പ്രതിഷേധങ്ങൾ നമുക്കറിയാം, നഷ്ടപരിഹാരം, അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് ജോലി, അതോടൊപ്പം തന്നെ അവിടെ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുക, സംരക്ഷണ വേലി നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ്. എല്ലായിടത്തും സമാനമായ ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇവിടെയും സമാനമായ ആവശ്യം തന്നെയാണ് ഉന്നയിക്കപ്പെട്ടത്. ആ പ്രശ്നം എന്തായാലും താൽക്കാലികമായിട്ടാണെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ട്രെഞ്ചിൻ്റെ നിർമ്മാണം ഇന്ന് ആരംഭിക്കും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാത്തിരുന്ന് കാണാം ഇന്ന് ആരംഭിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ ഈ പ്രശ്നം, ഈ സോളാർ ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ ട്രെഞ്ചും നിർമ്മിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതായത് ഇപ്പോൾ ജ്ഞാറ്റേരിയിൽ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുകയും ട്രെഞ്ച് നിർമ്മിക്കുകയും ചെയ്താൽ വന്യജീവികൾ മറ്റൊരു ജനവാസ മേഖലയിലേക്ക് തേടിപ്പോകും. സ്വാഭാവികമായും അവിടെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ എത്ര ദൂരം ഫെൻസിങ്ങും ട്രെഞ്ചും നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സോളാർ ഫെൻസിങ്ങും ട്രെഞ്ചും ഒക്കെ ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്, അടിയന്തര പരിഹാരമാർഗം മാത്രമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായിട്ടും ഒരു ഇടപെടൽ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് മുൻപില്ലാത്ത വിധം വന്യജീവികൾ പുറത്തേക്ക് വരുന്നു? ആ പ്രശ്നം കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത്തരം ഒരു പരിശോധനയോ അത്തരം ഒരു നടപടിയോ ഇതുവരെ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ചില ഘട്ടത്തിലൊക്കെ ചില വിദഗ്ധ സമിതികളൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയിലടക്കം നൽകിയതാണ്. നമുക്കറിയാം, ചിന്നക്കനാലിലും മൂന്നാറിലെയും പ്രശ്നം പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി നൽകിയതാണ്. പക്ഷേ ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അടിയന്തരം അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ജനകീയ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ചില കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.